ഈ ഉമ്മത്തിന് ചതിപ്രയോഗത്തിന്റെ പുതിയ അജണ്ടകൾ തീർക്കുന്ന മൗദൂദികൾക്ക് സാധ്യമാണോ? ഞങ്ങളാണ് പാരമ്പര്യത്തിന്റെ അവകാശികൾ എന്ന് പറയാൻ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടുത്തെ വഹാബികൾക്ക്, മൗദൂദികൾക്ക്, അവരുടെ സ്വന്തം നേതാക്കളെ പോലും തള്ളിപ്പറഞ്ഞ ആളുകൾക്ക് എങ്ങനെയാണ് 14 നൂറ്റാണ്ടിന്റെ അവകാശം പറയാൻ കഴിയുക? എന്തൊരു കൗതുകമാണ്! സ്വന്തം സ്ഥാപകനായ അബുൽ അഅ്ല മൗദൂദിയെ ഞങ്ങൾ വലിച്ചെറിഞ്ഞു. മൗദൂദിസം ഞങ്ങളുടെ അജണ്ടയല്ല, ഞങ്ങൾ മൗദൂദികളല്ല എന്ന് പുതിയ സമൂഹത്തിന്റെ മുന്നിൽ എന്തേ ജമാഅത്തെ ഇസ്ലാമിക്കാരാ നിനക്ക് പറയേണ്ടി വന്നത്? ഞങ്ങളെ വഹാബികൾ എന്ന് വിളിക്കരുത്. KNMന്റെ സംസ്ഥാന നേതാക്കളാണ് പറയുന്നത്. ഞങ്ങളെ വഹാബികൾ എന്ന് വിളിക്കരുത്, ഞങ്ങളെ മുജാഹിദുകൾ എന്ന് പറയണ്ട. ഞങ്ങളൊക്കെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ്. വഹാബികൾ എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞ് സ്വന്തം നേതാവായ ഇബ്നു അബ്ദുൽ വഹാബിനെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിലേക്ക് വഹാബികൾക്ക് എത്തേണ്ട ദുർഗതി ഉണ്ടായത് എന്തുകൊണ്ടാ? അവരുടെ കേരളക്കരയിലേക്ക് വഹാബിസത്തിന്റെ പുതിയ വിശ്വാസവുമായി കടന്നു വന്നത് നമുക്കറിയാം. അതിന്റെ ചരിത്രം ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ, റഷീദ് റിളയുടെ, മുഹമ്മദ് അബ്ദുവിന്റെ വരണ്ട തൗഹീദിന്റെ ആശയങ്ങളുമായി തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കടന്നു വന്ന ചില മൗലവിമാർ 1921കളിൽ ഈ ഉമ്മത്ത് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ മുകളിലേക്ക് ആകാശം മാത്രം നോക്കി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അവരുടെ ഈമാനിനെ കട്ടുകൊണ്ടുപോകാൻ വന്നവർ എന്തേ സംഭവിച്ചത്? എവിടെ ഇന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി? നിങ്ങൾ അംഗീകരിക്കുമോ വഹാബികളെ? 8 ഗ്രൂപ്പുകളായി, പ്രധാനപ്പെട്ട 3 ഗ്രൂപ്പുകളായി തമ്മിലടിക്കുന്ന ആളുകള് നിങ്ങൾക്ക് ആണത്തത്തോടുകൂടെ പറയാൻ കഴിയോ ജമാലുദ്ദീൻ അഫ്ഗാനി ഞങ്ങളുടെ നേതാവാണെന്ന്, മുഹമ്മദ് അബ്ദു ഞങ്ങളുടെ നേതാവാണെന്ന്, റഷീദ് റിള ഞങ്ങളുടെ നേതാവാണെന്ന്? ഇത് പരസ്യമായി പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. പരസ്യമായി നിങ്ങൾക്ക് വഹാബികളാണെന്ന് പറയുന്നത് നാണക്കേട്, മൗദൂദിയാണെന്ന് പറയുന്നത് മാനക്കേട്. എന്തുകൊണ്ട്? വഹാബിസം, സലഫിസം ലോകത്ത് മുഴുവനും ഏറ്റവും വലിയ ഭയാശങ്കയോടുകൂടെ നോക്കിക്കാണുകയാണ്. അമേരിക്കയിൽ നടത്തിയ പഠനം, ന്യൂയോർക്ക് ടൈംസ് നടത്തിയ പഠനം, യൂറോപ്യൻ യൂണിയൻ നടത്തിയ പഠനം, ലോക രാജ്യങ്ങൾ നടത്തിയ പഠനം, അറബ് രാജ്യങ്ങൾ പോലും നടത്തിയ പഠനം, ഇന്ത്യയിൽ നടന്ന പഠനങ്ങൾ, 100 കണക്കിന് സംഘടനകൾ മുസ്ലിം പക്ഷത്ത് തീവ്ര ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ സംഘടനകളുടെയും മാനിഫെസ്റ്റോ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദാണെന്ന് അവരൊക്കെ കണ്ടെത്തി. IS പോലും ഒരാള് ചേർന്നാൽ ആദ്യം പഠിപ്പിക്കുന്നത് കിതാബ് തൗഹീദാണ്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ വരണ്ട ആശയമാണ്. എന്തുകൊണ്ട്? നമ്മളത് കാണുന്നു. ISന്റെ കൊലക്കത്തിക്കരയായത് ആരാണ്? ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ലോകത്തുള്ള പല തീവ്ര ഭീകര സംഘടനകളും ആക്രമിച്ചു കൊന്നത് ആരെയാണ്? അള്ളാഹുവിന്റെ ഔലിയാക്കളെ, സാദാത്തുക്കളെ, ഉലമാക്കളെ, സുന്നികളെ. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യ അവകാശികളെ ഈ ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ഈ വഹാബി കുതന്ത്രകാരികളുടെയും കുതന്ത്രത്തിന്റെ വ്യാഖ്യാനം കൊണ്ട് വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ പോലും ദുർവ്യാഖ്യാനം ചെയ്ത് മക്ക മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്തുകൾ അത് സുന്നികളുടെ മേൽ വലിച്ചു കെട്ടിയിട്ട് ഇവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് അവരുടെ അനുയായികളെ പഠിപ്പിക്കുമ്പോ പിന്നെ ഈ തീവ്രവാദികൾ ഔലിയാക്കളെ ആക്രമിക്കും, അവർ സുന്നികളെ കൊന്നൊടുക്കും, അവർ തങ്ങന്മാരെ കൊന്നൊടുക്കും. അതല്ലേ ലോകത്തിന്റെ കഥ? അതല്ലേ ലോകത്തിന്റെ ചരിത്രം? ഈജിപ്തിൽ, സിറിയയിൽ, ഇറാഖിൽ, സൗദി അറേബ്യയിൽ പോലും കഴിഞ്ഞു പോയ ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ചാൽ എത്ര ഔലിയാക്കൾ ശുഹദാക്കളായി, എത്ര ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ കൊലക്കത്തിക്കരയായി. ആരുടെ? ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പരസ്യമായി പറയുന്നവരുടേതല്ല, ഈ വിദഗ്ധകാരന്റെ. എന്തുകൊണ്ടാണ് ഇപ്പോഴും ബംഗ്ലാദേശിലെ അസ്വസ്ഥതകൾ തീരാത്തത്? പാകിസ്ഥാനിലെ അസ്വസ്ഥതകൾ തീരാത്തത്? കാശ്മീരിലെ അസ്വസ്ഥതകൾ തീരാത്തത്? ജമാഅത്തെ ഇസ്ലാമിയുടെ വരണ്ട വാദങ്ങൾ, ഹുക്കൂമത്തെ ഇലാഹിയുടെ മതരാഷ്ട്രവാദത്തിന്റെ തീവ്രവാദത്തിന്റെ അപകടം കൊണ്ടല്ലേ ഇന്നും അസ്വാരത്തിന്റെ നാടുകളായി ഈ മേഖലകളൊക്കെ ഇപ്പോഴും എത്രയോ ആഭ്യന്തര കലാപങ്ങളുടെ വേദനകളുടെ ഭൂമികയായി മാറിപ്പോകുന്നത്? നമ്മുടെ നേതാക്കൾ ഇത് മുമ്പേ മനസ്സിലാക്കി. ഇത് അപകടമാണ്. ഇവിടെ നിലനിൽക്കേണ്ടത് ഒരു പാരമ്പര്യമാണ്, പൈതൃകമാണ്. ആരുടെ? ഔലിയാക്കളുടെ, ഉലമാക്കളുടെ, സാദാത്തുക്കളുടെ.
ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് സമസ്തയുടെ 60-ാം വാർഷികത്തിലും 70-ാം വാർഷികത്തിലും ഒക്കെ പ്രസംഗിച്ചത് സമസ്ത ലക്ഷക്കണക്കിന് ഔലിയാക്കളുടെ പ്രസ്ഥാനമാണ് എന്നാണ്. ഔലിയാക്കളാണ് മൈത്രി നിലനിർത്തിയത്, ഔലിയാക്കളാണ് മാനവികത നിലനിർത്തിയത്, ഔലിയാക്കളാണ് മതസൗഹാർദ്ദം നിലനിർത്തിയത്. അയ്യപ്പ സ്വാമിയുടെ വാവർ വലിയുല്ലാഹിയുടെ സ്നേഹബന്ധത്തിന്റെ കഥകൾ പറയാറില്ലേ ശംസുൽ ഉലമ? മാനാഞ്ചരയുടെ ചരിത്രം പറയാറില്ലേ? മാനദേവൻ രാജാവിന്റെ, ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താന്റെ, ഷെയ്ഖ് ജിഫ്രി തങ്ങളുടെ സ്നേഹബന്ധത്തിന്റെ, അവരുടെ ആത്മീയതയുടെ, ജിഫ്രി തങ്ങളുടെ കറാമത്തിന്റെ അകക്കണ്ണുകൊണ്ട് ഇവിടെ കോഴിക്കോട്ടുകാർക്ക് ഏത് കാലഘട്ടത്തിലും വറ്റാത്ത വെള്ളം കിട്ടുമെന്ന് പറഞ്ഞ് സ്ഥലം നിർണയിച്ചു. കറാമത്തിന്റെ അകക്കണ്ണിലൂടെ ഭൂമി നൽകി മാനദേവൻ, മാനവിക്രമൻ രാജാവ്. അതിന്റെ ചെലവേറ്റെടുത്തു ടിപ്പു സുൽത്താൻ. ഇത് പറയാറില്ലേ ശംസുൽ ഉലമ? മമ്പുറം തങ്ങളുടെ കോന്തുനായരുടെ ചരിത്രം, മങ്ങാട്ടച്ചന്റെ കുഞ്ഞായിൻ മുസ്ലിയാരുടെ ചരിത്രം. ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരാണ് നമ്മുടെ നാട്ടിൽ ഈ മാനവികതയും മൈത്രിയും നിലനിർത്തിയത്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ പരിശോധന നടത്തിയാൽ ഈ 14 നൂറ്റാണ്ട് കാലഘട്ടത്തിന്റെ പാരമ്പര്യം നേടിയെടുത്ത അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അവകാശികൾ, പാരമ്പര്യവാദികൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരാണ് സമാധാനം നിലനിർത്തിയത്, അവരാണ് മൈത്രി നിലനിർത്തിയത്, അവരാണ് നന്മ നിലനിർത്തിയത്. അതുകൊണ്ട് ലോകത്ത് പല നാടുകളിലും പല രാജ്യങ്ങളിലും ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥം നിരോധിക്കപ്പെട്ടു തീവ്രവാദമായതിന്റെ പേരിൽ. മൗദൂദിയുടെ പല ഗ്രന്ഥങ്ങളും പല രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടു, അത് തീവ്രവാദമായതിന്റെ പേരിൽ. ഇന്ത്യയിൽ തന്നെ പലവട്ടം നിരോധിക്കപ്പെട്ടു. അവരാരെങ്കിലും ആത്മാർത്ഥമായി അവരുടെ ആശയം മാറിയിട്ടുണ്ടോ? മൗദൂദിസം പിൻവലിച്ചു എന്ന് പറഞ്ഞാലും അത് ആരെ പറ്റിക്കാനാണ്? ഈ മതേതര സമൂഹത്തെ ചതിക്കുന്നതിന് വേണ്ടി. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരിക്കലും മൗദൂദിയെ കൈയൊഴിയാൻ കഴിയൂല. വഹാബികൾക്ക് ഒരിക്കലും ഇബ്നു അബ്ദുൽ വഹാബിനെ വലിച്ചെറിയാൻ കഴിയൂല. മാനക്കേടുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ സ്വന്തം നേതാക്കളെ തള്ളിപ്പറയുക എന്നതല്ലാതെ ഒരു ഉറച്ച നിലപാടിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. എന്തേ അതിന് അടിസ്ഥാനപരമായ കാരണം? ഇവർ മുൻഗാമികൾ മുഴുവനും വലിച്ചെറിഞ്ഞു. ഇവരുടെയൊക്കെ രീതി എന്താണ്? ഇവരുടെ ആശയം വഹാബിസത്തിന്റെ തൗഹീദ് ഏതുവരെ എത്തും? അവർ പറയുന്ന ഈമാനും ഇസ്ലാമും ഏതുവരെ എത്തും? ഈ ഇബ്നു അബ്ദുൽ വഹാബിനപ്പുറം ഇബ്നു തൈമിയയിലേക്ക് പോലും മുഴുവൻ ആശയങ്ങൾ കടന്നു ചെല്ലുന്നില്ല. പിന്നെ അതിനപ്പുറത്തുള്ള ഇമാമുകൾ, അതിനപ്പുറത്തുള്ള മഹാരഥന്മാർ, അവരെ അംഗീകരിക്കാൻ എന്തേ ഈ ബിദ്അത്തുകാർക്ക് സാധിക്കാതെ പോകുന്നത്? ആശയപരമായി, ആദർശപരമായി മൗദൂദികളുടെ അവരുടെ തലമുറ മൗദൂദിയിൽ അവസാനിക്കും. മൗദൂദിയുടെ മുഴുവൻ ജീവിതവുമില്ല. തന്റെ 38ാമത്തെ വയസ്സിൽ 3 തവണ കലിമ ചൊല്ലി പ്രഖ്യാപിച്ചു, ഞാനിപ്പോ നവമുസ്ലിമാണ്. ഇതുവരെ എന്റെ ജീവിത കാലഘട്ടത്തിലെ 38 കൊല്ലം അത് അന്ധകാരമായിരുന്നു. പാരമ്പര്യത്തിന്റെ അന്ധകാരത്തിന്റെ ചങ്ങല ഞാൻ വലിച്ചു പൊട്ടിച്ചെറിയുന്നു. ഇപ്പോ ഈ നിമിഷം മുതലാണ് ഞാനൊരു മുസ്ലിമായത്. ഇതുവരെയുള്ള ഇസ്ലാം, പാരമ്പര്യ ഇസ്ലാം മുഴുവൻ ആളുകളെ വലിച്ചെറിഞ്ഞു മൗദൂദികൾ. പാരമ്പര്യം അവകാശപ്പെടാൻ ഇവിടെ നിങ്ങൾ പഠനം നടത്തി നോക്ക്. നിഷ്കളങ്കമായി, നീതിയോടുകൂടെ സമസ്തക്ക് പുറത്തുള്ള ആളുകൾ പഠനം നടത്തി പറയണം. 14 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പാരമ്പര്യം പറയാൻ അവകാശികൾ കേരളത്തിൽ സമസ്തയല്ലാതെ മറ്റാരാണുള്ളത്?